ഹലോ എവ്രി വൺ, വെൽക്കം ടു കൊമേഴ്സ് ലേണർ. ഇന്ന് നടന്ന +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് കൊമേഴ്സിലെ എക്സാമിന്റെ ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് അധികം ഭയങ്കര ടഫായിരുന്നോ? ഇല്ലല്ലോ. നമ്മൾ പഠിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നില്ലേ? യെസ്, നമുക്കിനി നോക്കാം. ഈ വീഡിയോയിൽ ഞാൻ മെയിൻലി ചെയ്ത് കാണിക്കുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റി എനിക്ക് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാട്ടോ. ഇത് നമുക്ക് വൺ വേർഡ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ പറഞ്ഞ് വേഗം മനസ്സിലാക്കാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയിൽ ഞാൻ വേഗം ആൻസർ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബേസ് ഓഫ് octal number system is -8 ആണ്. Which input device is used to value answer paper in objective type examinations? Answer is OMR. Option 3 OMR ആണ് ഇതിന്റെ ആൻസർ. ടെക്സ്റ്റിൽ ഡയറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു ക്വസ്റ്റൻ ആട്ടോ ഇത്. ഇനി, ദ പ്രോഗ്രാം റിട്ടൺ ബൈ വൺ പേഴ്സൺ മേ നീഡ് ടു ബി മോഡിഫൈഡ് ബൈ സം അതർ പേഴ്സൺ ഇൻ ഫ്യൂച്ചർ. വിച്ച് ഫേസ് ഓഫ് പ്രോഗ്രാമിംഗ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ ദിസ്? ആൻസർ ഇസ് ഡോക്യുമെന്റേഷൻ. ഫോർത്ത് വൺ, ദ നെയിം ഗിവൻ ടു എ മെമ്മറി ലൊക്കേഷൻ ഇസ് നോൺ ആസ് ഡാഷ് വേരിയബിൾസ്. പിന്നെ നമ്മൾ ചെയ്ത് കാണിക്കേണ്ടതാണ്. അടുത്തത് നെക്സ്റ്റ് വൺ, ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്റർനെറ്റ്? ആൻസർ ഇസ് വിൻസ്റ്റൺ ഗ്രേ സർഫ് ആണ് അതിന്റെ ആൻസർ. പിന്നെയും പ്രോബ്ലം ആണ്. അത് കഴിഞ്ഞിട്ട് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ യൂണിക്കോഡ്. യൂണിക്കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞതാണ്, അത് റെപ്രസെന്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സിൽ വരുന്നതാണ് യൂണിക്കോഡ്. പിന്നെന്താ, അതില് 16 ബിറ്റ്സ് കോഡാണ്. പിന്നെ 65,536 ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് എഴുതാം. ഇറ്റ് ക്യാൻ റെപ്രസെന്റ് ക്യാരക്ടേഴ്സ് ഇൻ ഓൾമോസ്റ്റ് ഓൾ റിട്ടൺ ലാംഗ്വേജസ് ഓഫ് ദ വേൾഡ് എന്നുള്ള പോയിന്റും അതിൽ വരാം. ഇനി നെക്സ്റ്റ് വൺ നോക്കേണ്ടത്, അടുത്തത് നമുക്ക് ലിസ്റ്റ് ഔട്ട്, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 9, ലിസ്റ്റ് ഔട്ട് ഡിഫറെന്റ് ഇ വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ്സ്. റീയൂസ്, റീസൈക്ലിംഗ്, ബേണിംഗ് ഓർ ഇൻസിനറേഷൻ, ലാൻഡ് ഫില്ലിംഗ്. ദെൻ 10ാമത്തെ ചോദ്യത്തിൽ അൽഗോരിതം എഴുതാനാണ്. 11ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് ഇറർ. റൂൾസ് ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആർ നോട്ട് ഫോളോഡ്. അപ്പോൾ വരുന്നത് സിന്റാക്സ് ഇറർ. ബി, ഇൻസ്റ്റെഡ് ഓഫ് പ്ലസ് ഓപ്പറേറ്റർ ആസ്റ്ററിസ്ക് ഓപ്പറേറ്റർ ഇസ് യൂസ്ഡ്. അവിടെ വരുന്നത് ലോജിക്കൽ ഇറർ. ദെൻ 12ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ റൂൾസ് ടു നെയിം ആൻഡ് ഐഡന്റിഫയർ. ഐഡന്റിഫയർ വാലിഡ് ആണോ എന്ന് നോക്കാനായിട്ട് ഉള്ള റൂൾസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് തന്നെ ഒന്നില്ലെങ്കിൽ അണ്ടർസ്കോറിലായിരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ലെറ്റർ വെച്ചിട്ടായിരിക്കണം ഇത് തുടങ്ങാനായിട്ട്. ഡിജിറ്റ്സ് വെച്ച് തുടങ്ങാൻ പാടില്ല. പിന്നെന്താ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതായത് പ്ലസ് മൈനസ്, അതേപോലെ പ്ലസ് മൈനസ്, ദെൻ നമ്മുടെ ബ്ലാങ്ക് സ്പേസ് ഒന്നും വരാൻ പാടില്ല. പിന്നെ ഈ കോളൻ, സെമി കോളൻ, അങ്ങനത്തെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും വരാൻ പാടില്ല. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് ഈ പറയുന്ന പ്ലസ് മൈനസ് അല്ല, നമ്മുടെ ഫുൾ സ്റ്റോപ്പ്, സെമി കോളൻ, കോളൻ, ഇങ്ങനത്തെ ഒന്നും വരാൻ പാടില്ല എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ദെൻ 13th ക്വസ്റ്റ്യൻ, റൈറ്റ് ദ യൂസ് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേറ്റേഴ്സ്. ഈക്വൽ ടു എന്ന് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? അത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. ദെൻ ഇറ്റ് സ്റ്റോർസ് എ വാല്യൂ ഇൻ മെമ്മറി ലൊക്കേഷൻ, ആ ഒരു പോയിന്റ് എഴുതാം. പിന്നെ ബി എന്താ, ഒരു പെർസെന്റേജിന്റെ സൈൻ ആണ്, അതെന്താ, മൊഡ്യൂളസ് ഓപ്പറേറ്റർ ആണ്. ഇറ്റ് ഗിവ്സ് റിമൈൻഡർ വാല്യൂ ഡ്യൂറിംഗ് ഡിവിഷൻ. ഇനി പ്രോബ്ലം ചെയ്യാനാണ് 14ാമത്തെ. 15ാമത്തെ, എക്സ്പ്ലെയിൻ ദ 2 ടൈപ്സ് ഓഫ് ടൈപ്പ് കൺവേർഷൻ ഇൻ C++. ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും ആണ്. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് പ്രൊമോഷൻ, എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് കാസ്റ്റിംഗ്. 16ാമത്തെ പ്രോബ്ലം ചെയ്യാനാണ്. 17ാമത്തെ, റൈറ്റ് ഈച്ച് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എനി 2 അൺഗൈഡഡ് മീഡിയ. ഏതെങ്കിലും 2 അൺഗൈഡഡ് മീഡിയയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എഴുതാൻ പറയുന്നത്. റേഡിയോ വേവിന്റെ എഴുതാം, മൈക്രോവേവിന്റെ എഴുതാം, അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് വേവിന്റെ എഴുതാം. ഏതെങ്കിലും 2 എണ്ണത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതിയാൽ മതി. ദെൻ 18ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇന്ററാക്ഷൻസ് ഇൻ ഇ ഗവർണൻസ്. G2G, G2C, G2E, G2B ഇല്ലേ? അതായത് ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഗവൺമെന്റ് ടു സിറ്റിസൺ, ഗവൺമെന്റ് ടു എംപ്ലോയീസ്, ഗവൺമെന്റ് ടു ബിസിനസ്, അതാണ് എഴുതേണ്ടത്. പിന്നെ 19ാമത്തെ ചോദ്യം ചെയ്ത് കാണിക്കേണ്ടതാണ്. 20ാമത്തെ ചോദ്യം, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ റാം ആൻഡ് റോം. റാം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി. റോം റീഡ് ഓൺലി മെമ്മറി. റാം എന്താണ്? ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ്. മറ്റേതോ സ്ലോവർ ആണ് അല്ലെ? മറ്റേ റാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റർ ദാൻ റോം. റോം എന്ന് പറഞ്ഞാൽ സ്ലോവർ മെമ്മറിയാണ്. റാം അലൗസ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. റോം റീഡിംഗ് അലൗസ് റീഡിംഗ് ഓൺലി. അങ്ങനത്തെ പോയിന്റ്സ്. ഒന്ന് വോളറ്റൈൽ, മറ്റേത് നോൺ വോളറ്റൈൽ. അതാണ്. നെക്സ്റ്റ് വൺ, 21ാമത്തെ ചോദ്യം, ഡിഫൈൻ ഡീബഗിംഗ്. ഡീബഗിംഗ് എന്താണ്? ദ പ്രോസസ് ഓഫ് ഡിറ്റക്ടിംഗ് ആൻഡ് കറക്റ്റിംഗ് ബഗ്സ് ഓർ എറേഴ്സ് ഇസ് നോൺ ആസ് ഡീബഗിംഗ്.
വിച്ച് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എറേഴ്സ് ചോദിച്ചിട്ടുണ്ട്. സിന്റാക്സ് എറർ, ലോജിക്കൽ എറർ, റൺ ടൈം എറർ, അതൊക്കെ നമുക്ക് എഴുതാം. പിന്നെ 22ാമത്തെ ചോദ്യം, കാറ്റഗറൈസ് ദ ഫോളോയിങ് ഇൻ ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ്. ആദ്യത്തെ 1, 2, 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലിറ്ററൽസിൽ വരുന്നതാണ്, ഇന്റിജർ ലിറ്ററൽസിൽ വരുന്നതാണ്. രണ്ടാമത്തെ ഡബിൾ കോഡ്സിൽ ഹെലോ എന്ന് എഴുതിയിട്ടുണ്ട്, അത് സ്ട്രിംഗ് ലിറ്ററൽസിൽ വരുന്നതാണ്. മൂന്നാമത്തെ ഇൻഡ് എന്ന് എഴുതിയിട്ടുണ്ട്, അതൊരു കീവേഡ് ആണ്. പിന്നെ നാലാമത്തെ സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഐഡന്റിഫയർ ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു പ്ലസ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതൊരു ഓപ്പറേറ്റർ ആണ്, നമ്മുടെ സ്വന്തം അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. അത് കഴിഞ്ഞിട്ട് ഒരു ഹാഷ് കൊടുത്തിട്ടുണ്ട്, അത് പങ്ക്ച്വേറ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ് 23ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓപ്പറേറ്റേഴ്സ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഓപ്പറൻസ് വിത്ത് എക്സാമ്പിൾ. ഓപ്പറേറ്റേഴ്സിനെ പല ടൈപ്സ് ആയിട്ട് നമുക്ക് തിരിക്കാലോ. ബൈനറി ഓപ്പറേറ്റർ, ടെർണറി ഓപ്പറേറ്റർ, ആദ്യത്തെ യൂണറി ഓപ്പറേറ്റർ, ദെൻ ബൈനറി ഓപ്പറേറ്റർ, ദെൻ ടെർണറി ഓപ്പറേറ്റർ. യൂണറി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറന്റ് ആണ് അതിൽ വരുന്നത്. നമ്മുടെ യൂണറിയിൽ അതാണ് വരുന്നത്. നമ്മുടെ പ്ലസ് മൈനസ് ഒക്കെ യൂണറി ഓപ്പറേറ്ററിൽ വരുന്നതാണ്. ബൈനറിയിൽ വരുന്നത് എന്താണ്? അരിത്തമെറ്റിക് ഓപ്പറേറ്റർ ഒക്കെയാണ് ബൈനറിയിൽ വരുന്നത്. ബൈനറിയിൽ 2 ഓപ്പറൻസ് ആണ്. ടെർണറി ഓപ്പറേറ്ററിൽ 3 ഓപ്പറൻസ് വരുന്നുണ്ട്. എക്സാമ്പിൾ ആയിട്ട് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇല്ലേ, അതാണ് മെയിൻ ആയിട്ടുള്ളതിന്റെ എക്സാമ്പിൾ. പിന്നെ ഒരു പ്രോഗ്രാമാണ് 24ാമത്തെ. 25ാമത്തെ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ആൻഡ് എൽസ് ഇഫ് ലാഡർ. അത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന നമ്മുടെ 7ാമത്തെ ചാപ്റ്ററിൽ ഉണ്ട്. അതിന്റെ ഡിഫറൻസസ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് സ്റ്റേറ്റ്മെന്റിൽ ഇവാലുവേറ്റ്സ് കണ്ടീഷൻ വിത്ത് ഇക്വാലിറ്റി ഓപ്പറേറ്റർ, എൽസ് ഇഫ് ലാഡർ ആകുമ്പോൾ ഇവാലുവേറ്റ്സ് എനി റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ എന്നാണ് വരിക. അങ്ങനെ ഒരു എത്രയാണ് 3 ഡിഫറൻസസ് എഴുതിയാൽ മതി. 26ാമത്തെ ചോദ്യം, എക്സ്പാൻഡ് ദ ടേംസ്. അത് തന്നെ TCP ഓർ IP. TCP എന്താണ്? ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. IP ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ദെൻ HTTP ആണ്, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ്. DNS എന്താണ്? ഡൊമെയിൻ നെയിം സിസ്റ്റം. 27ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 3 അഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ മീഡിയ. 3 മെറിറ്റ്സ് എന്തൊക്കെയാണ്? ബ്രിങ് പീപ്പിൾ ടുഗെദർ എഴുതാം, പ്ലാൻ ആൻഡ് ഓർഗനൈസ് ഇവന്റ്സ്, ബിസിനസ് പ്രൊമോഷൻ. ഓക്കെ, ഇങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ എഴുതാം. Then 28ാമത്തെ question, answer the following in a word. First one, a standalone malware program that replicates itself usually makes the data traffic slow. Answer is worm എന്നാണ് കേട്ടോ, worm. Then B, technical effort to manipulate normal behavior of computers and associated networks. Answer hacking എന്നാണ്. C, unsolicited email sent indiscriminately. Answer spams ആണ് കേട്ടോ. Then 29ാമത്തെ question, ഡിസ്ക്രൈബ് എനി 3 e-learning ടൂൾസ് വിത്ത് ദെയർ യൂസ്. ഏതൊക്കെയാണ്? നമ്മുടെ ഈ കോണ്ടന്റ് എഴുതാം, ഈ ടെക്സ്റ്റ് എഴുതാം, ഓൺലൈൻ ചാറ്റ് എഴുതാം, എഡ്യൂക്കേഷണൽ TV ചാനൽസ് എഴുതാം. ഇനി ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ 30th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം എസ്സേ ചോദിക്കുന്നത് ഞാനൊരു കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് എഴുതണം. It acts as an interface between user and computer hardware. It acts as the resource manager. പിന്നെ നമുക്ക് write and explain major functions of operating system. Memory management, file management, device management, process management. ഈ പറയുന്ന പോയിന്റ്സ് ഒക്കെയാണ് അതിൽ വന്നത്. അതിന്റെ കൂടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമിന്റെ എക്സാമ്പിൾസ് വിൻഡോസ്, ലിനക്സ്, യൂണിക്സ് കൂടി എഴുതി കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇനി 31ാമത്തെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രോഗ്രാം ആണ്. അതിന്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ്. പിന്നെ അത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പിലേക്ക് മാറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് പ്രോബ്ലം ആണ്, ചെയ്തിട്ട് പറഞ്ഞുതരാം. ദെൻ 32ാമത്തെ ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ നെറ്റ്വർക്ക് ടോപ്പോളജി? നെറ്റ്വർക്ക് ടോപ്പോളജി എന്താണെന്ന് ആദ്യം എഴുതണം. എന്നിട്ട് എക്സ്പ്ലെയിൻ വേരിയസ് നെറ്റ്വർക്ക് ടോപ്പോളജീസ് ആണ് അടുത്ത ചോദ്യം. എന്താണ് നെറ്റ്വർക്ക് ടോപ്പോളജി എന്നുള്ളതിന് 1 മാർക്കാണ്. അതിനുശേഷം ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് ടോപ്പോളജി ഏതൊക്കെയാണ്? നമ്മുടെ റിംഗ്, സ്റ്റാർ, ബസ്, മെഷ്. പടവും കൂടെ വരയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, പടം വരയ്ക്കാൻ പറഞ്ഞിട്ടൊന്നുമില്ല, ചിലപ്പോൾ അത് പറയാറുണ്ട്. ഇവിടെ പടം വരയ്ക്കാൻ പറഞ്ഞിട്ടില്ല, വരച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ടുള്ള പാർട്ട് 2 വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എനിക്ക് കണ്ടിട്ട് അധികം ടഫായിട്ട് തോന്നണില്ല. പിന്നെ നിങ്ങളാണ് എക്സാം എഴുതിയത്, ഞാനിവിടെ നിന്ന് കണ്ടു പറയുന്ന ആളാണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കോമെന്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.